ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന സെക്യൂരിറ്റി കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസിം മുനീർ എത്തുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ID കാർഡ് പരിശോധിക്കണമെന്ന് അവിടെ നിൽക്കുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥ ആവശ്യപ്പെട്ടു. ആ ഉദ്യോഗസ്ഥ പരിശോധനയ്ക്ക് ശേഷം മാത്രം അസിം മുനീറിനെ കടത്തിവിടുന്നു. അതായത് പാകിസ്ഥാൻ പോലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ ID പരിശോധിച്ചിട്ട് ജർമ്മനി കയറ്റി വിടുന്നു എന്ന് പറയുന്നത് ആ രാജ്യത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇനി പാകിസ്ഥാനിലേക്ക് വന്നാൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് പട്ടാളത്തിലെ 7 പേരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ട് പറഞ്ഞു, ഞങ്ങളുടേതായ ആളുകളെ പാക് സേന ഉടൻ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ, ജയിലിൽ നിന്ന് പുറത്തു വിട്ടില്ലെങ്കിൽ ഈ 7 പേരെയും ഞങ്ങൾ കെട്ടിത്തൂക്കി കൊല്ലുമെന്നും. ഒരു സൈന്യത്തോട് അല്ലെങ്കിൽ ഒരു രാജ്യത്തോട് ഒരു വിഘടനവാദം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന പോരാളികൾ ഉന്നയിച്ച ഒരു വാദമാണിത്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വ്യക്തമാണ്. എങ്ങനെയാണ് മനസ്സിലാക്കുക? അല്ല, പാകിസ്ഥാൻ ഒരു ഇപ്പോഴല്ല, കുറേ കാലമായിട്ട് അവർ ദരിദ്രവാസികളാണ്. കയ്യിൽ 10 പൈസയില്ല. IMFൻ്റെ ലോണും വേൾഡ് ബാങ്കിൻ്റെ ലോണും അതെടുക്കാവുന്നത്രേ എടുത്തു. എന്നിട്ട് ഷെഹബാസ് ഷെരീഫ് അവരുടെ പാർലമെൻറ്റിൽ പറഞ്ഞു, ഇനി നമുക്ക് ലോണല്ല വേണ്ടത്, എയ്ഡാണ് വേണ്ടത്, സഹായം വേണം, തിരിച്ചു കൊടുക്കേണ്ടാത്ത സഹായം വേണം, വെറുതെ തരണം കാശ്. ലോൺ എടുക്കാവുന്നത് എടുത്തു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് കൊടുക്കുന്ന ലോണിനൊരു പരിധി ഉണ്ടല്ല. ആ പരിധിയിൽ പാകിസ്ഥാൻ എത്തിക്കഴിഞ്ഞു. സൗദി അറേബ്യ മുഹമ്മദ് ബിൻ സൽമാൻ ഇവരെ പരിഹസിച്ചു. തെണ്ടികളെന്ന് വിളിച്ചില്ല. തെണ്ടാൻ മാത്രമായിട്ടാണല്ലോ നിങ്ങൾ വരുന്നത്, വേറെ എന്തെങ്കിലും കാര്യത്തിന് ഇതുവരെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ബട്ട് ഇവരുമായിട്ടൊരു ഡിഫൻസ് ഡീൽ ഒപ്പിടുകയും ചെയ്തു. കാരണം ഇവരുടെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഇസ്ലാമിക് ആറ്റം ബോംബ് ആകെ കൂടെ പാകിസ്ഥാൻ്റെ കയ്യിലേ ഉള്ളൂ. അതിൻ്റെ പേരിലൊരു ഡിഫൻസ് ഡീലൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ 10 പൈസ ഇപ്പോൾ സൗദി അറേബ്യ കൊടുക്കുന്നില്ല. അമേരിക്ക ഇവരെ പിടിച്ചു വച്ചിരിക്കുന്നത് ഇറാനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറാനെ പുറകെ കൂടെ ഉപദ്രവിക്കാൻ പാകിസ്ഥാന് മാത്രമേ സാധിക്കുകയുള്ളൂ. പാകിസ്ഥാൻ സുന്നിയാണ്, ഇറാൻ ഷിയയാണ്. പാകിസ്ഥാനും ഇറാനും തമ്മിൽ എന്നും വഴക്കിലാണ്. പിന്നെ നേരെ യുദ്ധമൊന്നും ചെയ്യുന്നില്ലെന്നാണ്. ഇറാനും നന്നായിട്ടറിയാം എപ്പോഴാണോ ഞങ്ങൾ കുഴപ്പത്തിലാകുന്നത് അപ്പോൾ ഇവൻ പുറകെ കൂടെ കത്തി കയറ്റും പാകിസ്ഥാൻ. ഇത് ഉറപ്പായിട്ട് ഇറാൻ അറിയുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ചോറും ചെലവും ഒക്കെ കൊടുത്തിട്ട് പാകിസ്ഥാനെ ഇങ്ങനെ നിർത്തുന്നത്. ഒന്ന് ഇറാനെ തടുക്കാൻ, വേറൊന്ന് ചൈനയെ ഒന്ന് ശല്യം ചെയ്യാനോ എന്തെങ്കിലും ആവശ്യത്തിന്. കാരണം ഇന്ത്യയെ പാകിസ്ഥാൻ ഇവർക്ക് അമേരിക്കയ്ക്ക് കിട്ടുന്നില്ല. ഇന്ത്യ സുഹൃത്തൊക്കെയാണ് കാര്യം ശരി, പക്ഷേ അവർ വിചാരിക്കുമ്പോൾ ചൈനയുമായിട്ട് ഉടക്കുണ്ടാക്കുക, അല്ലാത്തപ്പോൾ സന്ധി സംഭാഷണം നടത്തുക, ഇങ്ങനെ അവരുടെ താളത്തിൽ തുള്ളാൻ നമ്മളെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അവർ വിട്ടു എന്ന് മാത്രമല്ല, നമ്മളെ താരിഫ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാകിസ്ഥാൻ ഇതൊന്നും ബാധകമല്ല. പാകിസ്ഥാൻ പ്രിയപ്പെട്ട രാജ്യമായിട്ട് അമേരിക്ക കൊണ്ടു നടക്കുന്നു. കാര്യം എന്താണ്? ഈ 2 രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഒന്ന് ഇറാൻ, മറ്റേത് ചൈന. ഈ 2നെയും പാകിസ്ഥാനെ വെച്ച് അവർക്ക് കളിക്കാൻ പറ്റും. പാകിസ്ഥാനിൽ അമേരിക്കയുടെ ന്യൂക്ലിയർ ബോംബുകൾ അവർ വെച്ചിട്ടുണ്ട്, വാർഹെഡ്സുണ്ട്. അതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഒന്ന് കയറി ചവിട്ടിയത്. അത് ട്രംപ് അതിനനുസരിച്ച് ട്രംപ് ചൂടാകുകയും പിന്നെ നോക്കിയോ ട്രംപ് നമ്മളെ ചീത്തയല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? അതെ. ഓപ്പറേഷൻ സിന്ദൂറാണ് ഇതിൻ്റെ കട്ട് ഓഫ് പോയിൻ്റ്. അതുവഴി ട്രംപിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ റഷ്യൻ എണ്ണം മേടിക്കുന്നു, അതൊന്നും കുഴപ്പമൊന്നും. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞവിടെ കാർന്നവരുടെ സ്വഭാവം മാറി, തൊട്ടതിന് പിടിച്ച് നമുക്ക് തെറിവിളിക്ക് നീയൊക്കെ മുടിഞ്ഞു പോകൂടാ, ഡെഡ് എക്കോണമി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇല്ലാത്ത ഷോയൊക്കെ ഉണ്ടാക്കി. ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇപ്പോഴും നിർത്തി. ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പോയി ഇതിൽ ചവിട്ടിയെന്ന് മാത്രമല്ല, നമ്മൾ പാകിസ്ഥാനോട്, US നമ്മളൊന്നും പറഞ്ഞില്ല, പാകിസ്ഥാനോട് പറഞ്ഞു, ഇനി മേലാൽ ഈ ബോംബ്, ന്യൂക്ലിയർ ബോംബെന്ന് പറഞ്ഞ് ഞങ്ങളെ വരട്ടരുത്. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അതോടെയാണ് ട്രംപിന് ഭ്രാന്തളകി. ട്രംപിൻ്റെ തലച്ചോറിൻ്റെ ആണിയിളകിയ ഡേറ്റ് നോക്കിയാൽ മതി.
ഈ 2025 മെയ് 8, 9, 10 10-ാം തീയതി രാത്രി ആശാനെ പ്രാന്തളയതാണ്. അതിനുശേഷം ഈ ഇൻസൾട്ടിൽ ഇനി അതുപോട്ടെ, പാകിസ്ഥാൻ്റെ വേറൊരു തലവേദനയായിട്ട് ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുന്നു. ഇമ്രാൻഖാനെ അവരിപ്പോൾ ചെയ്യുന്നതെന്നറിയാമോ? സൂക്കേടുകാരനായിട്ട് മാറ്റിയിട്ട് കൊന്നുകളയുക. ഇമ്രാൻഖാൻ നല്ല ജനപിന്തുണയുണ്ട്. ജയിലിൽ വെച്ച് അയാളെ കൊന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ 25 കോടി ആൾക്കാർ ഈ ആസിം മുനീറിൻ്റെ പുറകെ ഓടും. ഇയാൾ തോക്കും ബോംബും കൊണ്ടൊന്നും നിൽക്കില്ല. ഇയാൾ തുണിയും പറിച്ചോട് ഇത്രയും ആൾക്കാർ പിന്നാലെ ഓടും. കൊല്ലാൻ പറ്റില്ല. സ്വാഭാവിക മരണം. സ്വാഭാവിക മരണം ജയിലിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷുഗർ ഉണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഷുഗറിൻ്റെ ഗുളിക നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഷുഗറിൻ്റെ ഗുളിക കഴിക്കാൻ പറയും. ഈ ഗുളിക ഇവർ വെച്ച് താമസിപ്പിക്കും. അരമണിക്കൂറായി 1 മണിക്കൂർ വിശക്കുമല്ലോ. വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കും. എൻ്റെ ഗുളികയോടെ ഗുളിക വരുന്നുണ്ട് സ്ഥലത്ത്. അവസാനം ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ കൂടി പണ്ടാറടയും കുറച്ച് കഴിയുമ്പോൾ ഗുളിക കൊടുക്കുക. അതുകൊണ്ട് ഒരു പ്രയോജനം. ഈ കളി കളിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇയാളുടെ കണ്ണടിച്ചു. ഇപ്പം തന്നെ 80% അയാളുടെ കാഴ്ച നശിച്ചു എന്ന് പറഞ്ഞ വാർത്തയാണ്. അത് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയാണ്. കണ്ണിൻ്റെ റെറ്റിനയിലുള്ള കുഴലുകൾ തമ്മിൽ കെട്ടുപഴകുകയും അതിൽ ചോര കട്ട പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അത് സമയത്ത് ലേസർ കൊണ്ട് ചികിത്സിച്ചാൽ അത് ഭേദമാകും. വലിയൊരു കോംപ്ലിക്കേഷൻ അല്ല അതിപ്പോൾ. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഡയബറ്റിക് റെറ്റിനോപ്പതി വന്ന ആളിന് തനിക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ആണെന്ന് അറിയുമ്പോഴത്തേക്ക് ഇത് വഷളായി കഴിയും. മറ്റുള്ളവർക്കേ ഇത് മനസ്സിലാവുള്ളൂ ഇങ്ങനെയുടെ മൂവ്മെൻറ്റ്സ് കൊണ്ട്. പത്രം വായിക്കുമ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളവർ ഇങ്ങനെ വായിക്കും. അവർക്ക് ഈ വ്യൂ കിട്ടില്ല. ചെറിയ വ്യൂ ആണ്. ഒറ്റ കോളമേ അവർക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പത്രത്തിന് 8 കോളമില്ല ഒരു പേജ്. ഇങ്ങനെ പിന്നെ ഇപ്പുറത്തുനിന്ന് അങ്ങനെ തല പൊക്കോണ്ടിരിക്കും. അപ്പോൾ കൂടെ ജീവിക്കുന്ന ഭാര്യയോ മക്കളോ ആരെങ്കിലും എന്ത് പറ്റി അച്ഛൻ ഇങ്ങനെ എന്തോ തലയാട്ടുന്നു പത്രം വായിക്കാൻ നേരത്ത്, തലയാട്ടുന്നു, ഇങ്ങനെയൊക്കെയാണ് ഇത് തിരിച്ചറിയും. അപ്പോഴത്തേക്ക് ഇത് അഡ്വാൻസ് സ്റ്റേജിൽ എത്തിയിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇയാളെ ഇമ്രാൻഖാനെ കൊല്ലാനുള്ള ഒരുക്കമാണ്. അതും വലിയ തിരിച്ചടിക്ക് കാരണമാണ്. അതുകൂടാതെ ബലൂച്ചികളുടെ ആക്രമണം കാരണം. ബലൂച്ചികളാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവർ ഭീകരപ്രവർത്തനം നടത്തുന്നത്. ബലൂച്ച് ആർമിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ സ്ത്രീകളെ കൊല്ലില്ല, കുട്ടികളെ കൊല്ലില്ല, വയസ്സായവരെ കൊല്ലില്ല. ബച്ചെ, ബുഡെ ഓർ മഹിള, ഈ 3 ഐറ്റത്തെ അന്ന് അവർ ട്രെയിൻ ഹൈജാക്ക് പോയില്ലേ, ഇവരെയൊക്കെ വിട്ടവർ. വയസ്സായവരെയും സ്ത്രീകളെയും കുട്ടികളെയും ആദ്യമേ വിട്ടു. എന്നിട്ട് പാകിസ്ഥാൻ ചെണ്ടയടിച്ച് ഞങ്ങൾ വിടിയിപ്പിച്ചെടുത്തു. എവിടെ അവർ വിട്ടുകൊടുത്തതാണ്. അവരെ ഇറക്കി വിട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് വിട്ടു. ബാക്കിയുള്ളവരെ ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാനൊരു കാര്യമുണ്ട്. ഒന്നവർ ബേസിക്കലി നല്ല മനുഷ്യരാണ്. വളരെ സോഫ്റ്റ് ഇസ്ലാമാണ് ബലൂചിസ്ഥാനിലുള്ളത്. മുസ്ലിങ്ങളാണ്, ബട്ട് എക്സ്ട്രീംലി സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്പർ 2, ഈ വാർ ക്രൈം എന്ന് പറയുമല്ല, കുട്ടികളെ കൊല്ലുന്ന ഒരു വാർ ക്രൈമാണ്. കുട്ടികളെ സ്ത്രീകളെ കൊല്ലുന്നത് വാർ ക്രൈം. അപ്പോൾ ആ വാർ ക്രൈമിൽ നിന്ന് ഒഴിവാകും. നിങ്ങളൊരു സ്വാതന്ത്ര്യ സമരം, അത് വയലൻ്റായിട്ടുള്ള സായുധ സമരം ഇങ്ങനെയാകും. മറ്റതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്തി വാർ ക്രൈം, ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് പിള്ളേരെയും സ്ത്രീകളെയൊക്കെ കൊന്നു ബോംബിട്ടുമൊക്കെ ഈ ഹമാസൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട്. ആ കാറ്റഗറിയിൽ പോകാതെ ഞങ്ങൾ ഹമാസോ ഹിസ്ബുള്ളയോ ഹൂത്തിയോ അല്ല, ഞങ്ങൾ ബലൂച്ച് ലിബറേഷൻ ആർമിയാണ്. ഞങ്ങൾ ആയുധം വെച്ച് പോരാടുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം വേണ്ടിയിട്ടാണ്. പക്ഷേ പിള്ളേരെ, സ്ത്രീകളെ, പ്രായമായവരെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. അതാണ് അവരുടെ സംസ്കാരം. ഇപ്പോഴും അവർ ആ സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇങ്ങനെയെല്ലാം അവരെ ദ്രോഹിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഇയാൾക്ക് മിനറൽസ് വിൽക്കണം, മണ്ണാങ്കട്ട വിൽക്കണം. ഈ മിനറൽസൊക്കെ ഉള്ളത് ബലൂചിസ്ഥാനില്ല. സിന്ധിലോ പഞ്ചാബിലോ ഒന്നും മിനറൽസ് ഒന്നുമില്ല. മിനറൽസ് മൊത്തം ബലൂചിസ്ഥാനിലാണ്.
ബലൂചിസ്ഥാനെ ആകെ പറ്റിയെന്ന് വെച്ചാൽ അവരുടെ ആളെണ്ണം കുറവാണ്. പാകിസ്ഥാനിൻ്റെ 40% ഏരിയയും ഉണ്ട്, 4% മറ്റാണ് ആൾ താമസം. അവിടെ ഷിയ മുസ്ലിംസാണ്. ഷിയ അല്ല, ഒരു സുന്നി തന്നെയാണ്. പക്ഷേ അവരൊരു സെപ്പറേറ്റ് ക്യാരക്ടറുള്ള മുസ്ലിംസ്. അവർ ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് പാകിസ്ഥാൻ ഫോം ചെയ്യാൻ പോകണമല്ലോ. ബലൂചിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ചേരാൻ സമ്മതിച്ചാണ്. നടുക്ക് പാകിസ്ഥാൻ കിടക്കുന്നതുകൊണ്ട് അന്നത് ക്ലിക്കായില്ല. വാസ്തവത്തിൽ നമ്മൾ നെഹ്റു കുറച്ചുകൂടെ താല്പര്യം എടുത്തിരുന്നെങ്കിൽ വേർപെട്ട് കിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യമാണെന്ന് പറയാം. പാകിസ്ഥാനും അങ്ങനെ കിടന്നല്ലോ. പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനുമായിട്ട് കിടന്നില്ല, നടുക്ക് ഇന്ത്യയും. അതുപോലെ ഇന്ത്യയും പിന്നെ പാകിസ്ഥാൻ പിന്നെ ബാക്കി ഇന്ത്യ, ബലൂചിസ്ഥാൻ ഒരു കഷ്ണം അങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് അന്നത് ചെയ്തില്ല. ഇന്നും അവരതിന് തയ്യാറാണ്. ഞാനിപ്പോഴും അവരെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുക. ഡൽഹിയിൽ ഒരു എംബസി തുറക്കാൻ അവർക്ക് അനുവാദം കൊടുക്കും. അപ്പം നമ്മൾ ദലൈലാമയെ നമ്മൾ താമസിപ്പിക്കുന്നില്ല, ടിബറ്റിൽ നിന്ന് ഓടി വന്ന ആൾ. അതുപോലെ അഫ്ഗാനിസ്ഥാനെ ഒരു രാജ്യമായിട്ട് ഭൂമിയിൽ ആദ്യമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. അതിൽ നമ്മളോട് പിണങ്ങുന്നത് ആരാ? പാകിസ്ഥാൻ മാത്രമാണ്. വേറെ ആർക്കും പിണക്കുകയില്ല. പാകിസ്ഥാൻ അല്ലെങ്കിൽ തന്നെ നമ്മളുമായിട്ട് വഴക്കായിട്ട് നിൽക്കുക. ഈ ബലൂചിസ്ഥാനെ പ്രത്യേക രാജ്യമായിട്ട് അംഗീകരിച്ചു, അതുകൊണ്ട് പ്രത്യേക ദേഷ്യം എന്ന് പറയാനൊന്നുമില്ല. ദേഷ്യത്തിൽ മുങ്ങിക്കിടക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാജ്യമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. ബലൂചിസ്ഥാൻ്റെ എംബസി ഡൽഹിയിൽ തുടങ്ങുന്നു. ബലൂചിസ്ഥാൻ്റെ കൊടിയും സംഗതിയൊക്കെ ആയിട്ട് സെക്യൂരിറ്റിയൊക്കെ കൊടുത്തിട്ട് എംബസി അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് നമ്മളതിനെ രാജ്യമായിട്ട് അംഗീകരിക്കുന്നു. ബാക്കിയുള്ളവരെന്ത് വേണമെന്ന് വെച്ചിട്ട് മറ്റ് രാജ്യങ്ങൾക്കാർക്കും ഇതിൽ പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. അമേരിക്കയ്ക്ക് പ്രശ്നമില്ല, ചൈനയ്ക്ക് പ്രശ്നമില്ല. കാരണം അവർക്ക് അവിടുത്തെ ബലൂചിസ്ഥാനിലെ മിനറൽസൊക്കെ അവർക്ക് വേണം. പക്ഷേ അതിന് നമ്മുടെ ഈ നിലപാട് തടസ്സമൊന്നുമല്ല. നിങ്ങൾക്ക് മിനറൽസ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുമോ? അവർ പ്രത്യേക രാജ്യമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. മിനറൽസ് കൊണ്ടുപോകുമോ, എണ്ണയോ പിണ്ണാക്കോ പരുത്തിക്കുരുവോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകുമോ, മേടിക്കുകയോ കൊടുക്കുമോ, എന്താണെന്ന് വെച്ചാൽ അതൊരു സ്വന്തം രാജ്യമല്ലേ. ടി ജി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു അവർ സ്വന്തം രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞ ഒരു സ്വതന്ത്രമാണ്. അവർ സ്വതന്ത്രമാണെന്ന് അവർ പറയുന്നു. അവർക്ക് അവരുടെ കൊടിയുണ്ട്. അപ്പോൾ അവർ പാകിസ്ഥാൻകാരൻ അങ്ങോട്ട് കയറ്റിയില്ല, കയറിയാൽ മുട്ടുകാല് തല്ലിപിടിക്കുകയല്ലോ, വെടിവെച്ചു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എനിക്ക് തോന്നുന്നു അവർ ഈ ഔദ്യോഗികമായിട്ട് ലെറ്ററൊക്കെ നമുക്ക് അയച്ചായിരുന്നു. ജയശങ്കർ അത് മേടിച്ച് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിന് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൻ്റെ എല്ലാം പിറകിൽ ഇന്ത്യ ആണെന്ന് അവർ പറയുന്നത്. എന്തവിടെ പൊട്ടിത്തെറിച്ചാലും അതിൻ്റെ പിറകിൽ ഇന്ത്യ ആണെന്ന് പറയുന്നു. അത് നമുക്കറിയത്തില്ല. ഇന്ത്യ ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ഇത് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റുമോ? മിനിമം ഒരു ദിവസം ഒരാൾ വെച്ച് ഈ നിങ്ങളുടെ അജ്ഞാതൻ കൊല്ലുന്നു. ഓൺ ആൻ ആവറേജ് ചില ദിവസം 2 പേരെ കൊല്ലും, ചില ദിവസം ആരെയും കൊല്ലാതിരിക്കും. എങ്ങനെ പോയി കഴിഞ്ഞാലും ആഴ്ചയിൽ 7 എണ്ണത്തെ തട്ടുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ നോക്കുന്നു, 14 ദിവസം കൊണ്ട് 17 പേരെ അജ്ഞാതൻ കൊന്നിട്ടുണ്ട്. ബലൂജ് ആർമി കൊല്ലുന്നത് പോട്ടെ, അവരെ ഏറ്റെടുക്കുന്നുണ്ട്. ഇത് ഈ അജ്ഞാതൻ വഴിയെ പോയതിന് തട്ടുന്നു. ഈ തട്ടിയവരെല്ലാവരും തന്നെ ഇന്ത്യ വിരുദ്ധരാണ് തന്നെ. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൈബ അങ്ങനെയുള്ള ടീമിനെയൊക്കെയാണ്. അവരുടെ നിസ്സാരക്കാരെയല്ല, അവരുടെ നമ്പർ 2 നമ്പർ 3 തട്ടിക്കളയുന്നത്. അല്ലാതെ വെറുതെ ജെയ്ഷെ മുഹമ്മദ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്ന പാവത്തിൽ നിന്നും ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്ത ഈ പറയുന്ന പാകിസ്ഥാനുണ്ട്, നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്. അപ്പൊ അഫ്ഗാനിസ്ഥാന് പോലും വ്യോമസേനയില്ല. ശരിയാണെന്നുണ്ടെങ്കിൽ ബലൂചിസ്ഥാനിന് ഉടനെ വ്യോമസേന യൂണിറ്റ് എന്ന് പറയുന്നത് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാർഗവുമില്ല കിടന്ന ഒരു രാജ്യം 2000 അല്ലെങ്കിൽ ഒരു മേഖല ബലൂചിസ്ഥാൻ. ചൈന എനിക്ക് തോന്നുന്നു അവിടെ പോർട്ടുണ്ടാക്കി, വിമാനത്താവളം ഉണ്ടാക്കി, അതൊക്കെ ഇപ്പോൾ അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയായി. 2013 ശേഷം ഇതിന് വല്ലാതെ അങ്ങ് കനം വെക്കുക, വണ്ണം വയ്ക്കുക, അല്ലെങ്കിൽ ശക്തി വെക്കുക. ഇപ്പം ഈ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് ഇവിടുത്തെ പട്ടാളത്തിനില്ലാത്ത കൂട്ടും ആയുധങ്ങളും സംവിധാനങ്ങളും അല്ലെങ്കിൽ അതിനെക്കാട്ടി വിലയുള്ള പട്ടാളം ഒക്കെ. അപ്പം ആരുമില്ലാതെ ഒരു തന്നെത്താനെ കൊടുത്ത് തടിക്കുകയാണ്. അല്ല അതിൻ്റെ ഒരു അല്ല, അവർ സഹായിക്കുന്നുണ്ട്. ഈ നമ്മളവരെ സഹായിക്കുന്നുണ്ട് എന്ന് ജയശങ്കറിന് പറയാൻ പറ്റില്ല, എനിക്ക് പറയാമല്ലോ. ഞാൻ വിദേശകാര്യമന്ത്രി ഒന്നുമല്ല. നമ്മളവരെ സഹായിക്കുന്നുണ്ട്, ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്,
പൈസ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാന് കൊടുക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന് പരസ്യമായിട്ട് കൊടുക്കുന്നു. ഇവർക്ക് രഹസ്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ രഹസ്യമായിട്ട് കൊടുക്കാൻ പറ്റുമോ? 2000 കിലോ ഗോതമ്പൊക്കെ രഹസ്യമായിട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 1/2 കിലോ ഗോതമ്പൊക്കെ 4 ചപ്പാത്തിയൊക്കെയാണ് നമുക്ക് പോയിഞ്ഞ് കെട്ടി. ഇത് അങ്ങനെ ബൾക്കായിട്ട് മരുന്ന് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് പാകിസ്ഥാൻ അറിയാമെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ അറിയാം. പക്ഷേ അതൊരു പ്രശ്നമാക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല. ഈ ബലൂചിസ്ഥാനിൽ ഇവർ ഗോതമ്പ് കൊടുത്തു, ആരെയും ചോദിക്കാമല്ലോ, ഗോതമ്പ് കൊടുത്തു, ഭക്ഷണമല്ലേ എന്തായി പറഞ്ഞു. അല്ല അവർ മരുന്ന് കൊടുത്തു ചേട്ടാ. മരുന്ന് ചേട്ടാ, അസുഖം വന്നിട്ട് മരുന്ന് കൊടുത്ത് എന്താ ഇത്രയും ഇല്ല, നീ കൊടുക്കുമോ, നിൻ്റെ ഉണ്ടോ, നീ അല്ലെങ്കിൽ തന്നെ തെണ്ടി പണ്ടാറടഞ്ഞ് നിൽക്കുകയല്ലേ. അവർ വെച്ച് മരുന്ന് മാത്രമല്ല, നമ്മളുടെ ഒരു എന്താ ബംഗ്ലാദേശിന് നമ്മൾ കൊടുത്തു. ഈ യൂനസ് അവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കുമ്പോഴും ഹിന്ദുക്കളെ കൊല്ലുമ്പോഴും കാശ് വാങ്ങിച്ചിട്ടാണെങ്കിലും നമ്മൾ അരി കൊടുത്തവർക്ക് 25,000 ടൺ അരി ബംഗ്ലാദേശിന് കൊടുത്തു. ഞാനാണെങ്കിൽ കൊടുക്കില്ല, നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആയതുകൊണ്ട് കൊടുത്തതാണ്. കാശ് തന്നാലും ഞാൻ കൊടുക്കില്ല. നീ ദുബായിൽ പോയി ഇവരത് നോക്കി, ദുബായിൽ നിന്ന് അരി ബംഗ്ലാദേശിൽ കൊണ്ടുവരാൻ നോക്കി. ദുബായ് പറഞ്ഞു, എടാ ഞാൻ തന്നെ ഇന്ത്യയിൽ നിന്നാണ് മേടിക്കുന്നത്, അല്ല ഇന്ത്യയിൽ നിന്ന് മേടിക്കാൻ ഒരു നാണക്കേടാണ് ചേട്ടാ. ശരി, നാണക്കേടാണ്, കുഴപ്പമില്ല, 18 ഇരട്ടി കാശ് തരണം. ഇന്ത്യൻ അരി നിനക്ക് ഞാൻ തരാം. ദുബായിലെ ഷേഖ് പറഞ്ഞു, നിനക്ക് അരിയല്ലേ വേണ്ടേ, ഇന്ത്യയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. 18 ഇരട്ടി കാശ് മേടിക്കുന്നു. 10 രൂപയ്ക്ക് മോദിയിൽ നിന്ന് മേടിച്ചിട്ട് 150 രൂപയ്ക്ക് നിനക്ക് വേണം. അയ്യോ അത്രയും കാശില്ല ചേട്ടാ, പിന്നെ പോയി പണി നോക്കുന്നു. അല്ല നമ്മൾ രണ്ടുപേരും മുസ്ലിങ്ങളല്ലേ? അല്ല, നീ മഹച്ചെറ്റയാണ്. അവസാനം നമ്മളെന്ത് മോദി പറഞ്ഞു, കൊടുത്തേക്ക്. വില കുറച്ചാ കൊടുത്തത്. അദാനിയാണ് അവന് ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്നത്. അദാനിക്ക് കാശ് ഒരുപാട് കൊടുക്കാനുണ്ട്. അദാനി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, കറണ്ട് കട്ട് ചെയ്ത് നിങ്ങളെ ഞാൻ ബംഗ്ലാദേശിൻ്റെ നാടിജനമ്പ് മുറിഞ്ഞു പോകും. നമ്മളിത് മുഴുവൻ, എനിക്കതല്ലേ ഞാനീ പറയും, വെറുതെ മോദി ചീത്തപ്പേര് കേൾക്കുകയാണ്, ഫാസിസ്റ്റ് എന്ന് പറയും. ആ ശ്രീലങ്ക പണ്ടാറടങ്ങാനായിട്ട് ജൻസി കലാപം, അവസാനം പട്ടിണിയായി, എൻ്റെ പൊന്നു ചേട്ടാ സഹായിക്കണമെന്നൊക്കെ പറയും, അവർക്ക് കൊടുത്തു. വേറൊരു മൊയ്സു, എന്താ മുഹമ്മദ് മൊയ്സ്, ആ ഇവിടുത്തെ എന്താ രാജ്യം, എന്താ ഏതാ ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ടീഷർട്ട്. അതെ അതെ, ആ രാജ്യത്തിൻ്റെ പേര് ദ്വീപ്, മാലദ്വീപ്. അവനെന്താ ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജയിച്ചു തന്നെ. അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ കഞ്ഞി കുടിക്കാൻ ഗതിയില്ല. ഒടുവിൽ ഇവിടെ ഒന്നും ചേട്ടാ, അല്ല നീയല്ലേ ഗെറ്റ് ഔട്ട് അടിച്ചാ ചേട്ടാ. ചൈനയിൽ പോയി അവർ പറഞ്ഞു, തനിക്കെന്താ കാര്യം ഇവിടെ? അല്ല ഞാൻ ഇന്ത്യയെ ഗെറ്റ് ഔട്ട് അടിച്ചു. ശരി, ഇന്ത്യയെ ഗെറ്റ് ഔട്ട് അടിച്ചു, അതുകൊണ്ട് ഞങ്ങളെന്ത് വേണം, ഞങ്ങളങ്ങനെ ചുമ്മാ ഒന്നും തരില്ല. അവസാനം അവന് ശാപ്പാട് കൊടുക്കുന്നത് മാത്രമല്ല, അവൻ്റെ മാനം കാക്കണം. റിപ്പബ്ലിക് ഡേക്ക് അവനെ ഇൻവൈറ്റ് ചെയ്തു. തെണ്ടാൻ വരുന്നവന് മോദി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പിച്ചച്ചട്ടിയായിട്ട് വരണ്ട, റിപ്പബ്ലിക് ഡേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ വന്നിട്ട് ചട്ടി ഇങ്ങനെ കോട്ടിനുള്ളിൽ വയ്ക്കണം. പരേഡൊക്കെ കഴിയുമ്പം ഈ ചട്ടിയായിട്ട് അവിടെ റോഡ് സൈഡിൽ ഇരുന്ന് ഞാൻ എന്തെങ്കിലും തരാമെന്ന് അങ്ങനെ നിർത്തിയിരിക്കുക. നമ്മൾ ഇവർക്കെല്ലാം ആയിരിക്കും ഒരു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാം നമ്മളെ ചീത്ത പറയും. ഇവിടെ അകത്തുള്ള രാഹുൽ ഗാന്ധിയുടെ ചീത്തയും കേൾക്കണം. അതുള്ളവനോ നന്ദിയില്ല, അകത്ത് അതിലും വലിയ നന്ദി കേട്. ഫാസിസ്റ്റ് എന്ന് പേര്, എന്ത് ചെയ്യും? ചുരുക്കം പറഞ്ഞാൽ ഒരു ഉദാരമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് പറയേണ്ടി വരും അല്ലേ? ലോകം മൊത്തം അങ്ങനെയാണ്. നമ്മുടെ അത്രയും ഉദാരമായിട്ട് ഒരു രാജ്യവും പെരുമാറുന്നില്ല, ഒരു രാജ്യം. പിന്നെയും അമേരിക്കയാണ് ഈ ഭക്ഷണം മരുന്ന് ഒക്കെ കൊടുക്കുന്ന വലിയ ഗുലാണ്ടർമാർ അവരായിരുന്നു. ഈ ട്രംപ് ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ നിർത്തിയില്ലേ? USAID നിർത്തി, മനുഷ്യാവകാശം, എന്ത് മനുഷ്യാവകാശം, എനിക്കത് പറ്റില്ല. പുള്ളി മനുഷ്യാവകാശ കമ്മീഷനിൽ പുള്ളി ഇറങ്ങി. അയാൾ പറഞ്ഞു, എൻ്റെ കാശുകൊണ്ട് നീ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് തെമ്മാടിത്തരം കാണിക്കുന്നു, ഞാൻ കാശ് തരുന്നില്ല. വേറെ ആര് കാശ് കൊടുക്കാൻ? ഈ യുണൈറ്റഡ് നേഷൻസ് കുറേ സമിതികളും സംഗതികളും ഒക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ മുഴുവൻ കാശ് മുടക്കുന്നത് അമേരിക്കയാണ്.
ട്രംപ് പറഞ്ഞു എൻ്റെ ചെലവിൽ കാശ് മുടക്കി വലിയ പ്രൊഫസറാണ്, പഠനമാണ്, തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് എന്നെ പാരവയ്ക്കുന്നു. ഞാൻ 10 പൈസ തരികയിലാണ്. USA നിർത്തി എല്ലാം ശുദ്ധശൂന്യമാക്കി. ഇപ്പോൾ വെറുതെ കൊടുക്കാൻ പിടിക്കാനും ഒക്കെ ഇന്ത്യയേ ഉള്ളൂ. നമ്മളെപ്പോഴും കൊടുക്കുന്നു, കാശ് മേടിച്ച് ഡിസ്കൗണ്ട് കൊടുത്ത് പിടിച്ചു വെക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.